ചോറിനും സാമ്പാറിനും ദോശയ്ക്കും ഒക്കെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന സ്വാദിഷ്ടമായ ഒരു വെണ്ടയ്ക്ക സാമ്പാറാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. കുക്കറിലേക്ക് നമുക്ക് 1 കപ്പ് തൂരപ്പരിപ്പ് കഴുകി ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ച് 1 പിടി ചുവന്നുള്ളിയും കൂടി ചേർത്ത് മൂടി വെച്ച് വേവിക്കാം. ഇനി വെണ്ടയ്ക്കായും 2 തക്കാളിയും കഴുകി നുറുക്കി വെക്കാം. വലിയൊരു പാനിലേക്ക് നമുക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് എണ്ണ ചൂടാകുമ്പോൾ വെണ്ടയ്ക്ക ആദ്യം നന്നായിട്ട് നമുക്കൊന്ന് 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിനാവശ്യമായ ഉപ്പും കൂടെ ഈ സമയം ചേർത്ത് കൊടുക്കാം. ഇനി ഒരു സവാള അരിഞ്ഞ് അടർത്തിയെടുത്തത് അതുകൂടെ നമുക്ക് ചേർത്ത് ഒന്നുകൂടെ വഴറ്റി മൂടി വയ്ക്കാം. ഇത് ഒരുവിധം ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് തക്കാളിയും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റി 2 മിനിറ്റ് ഒന്ന് വഴറ്റി നമുക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്നുകൂടെ മൂടി വെച്ച് വേവിക്കാം. പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. വീണ്ടും നമുക്ക് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. വെന്തിരിക്കുന്ന പരിപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പരിപ്പും വെള്ളവും ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പുകൂടെ ചേർത്ത് മൂടി വെച്ച് ഒന്നുകൂടി ഒന്ന് തിളപ്പിക്കാം. ഇനി വാളംപുളി പിഴിഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ വാളംപുളിയുടെ പേസ്റ്റാണ് ചേർത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ വാളംപുളി പേസ്റ്റും ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് 1 പിടി മല്ലിയില കഴുകി അരിഞ്ഞതുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത സാമ്പാർ പൊടി ഒരു 3 സ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. സാമ്പാർ പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി തിളപ്പിച്ച് നമുക്ക് വാങ്ങി വയ്ക്കാം. പാൻ അടുപ്പിൽ വെച്ച് നമുക്കിതിനൊരു താളിപ്പൊടി തയ്യാറാക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാകുമ്പോൾ കടുക്, അല്പം ഉലുവ, ചുവന്നുള്ളി അരിഞ്ഞത്, വറ്റൽമുളക്, കറിവേപ്പില നന്നായിട്ട് താളിപ്പ് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുത്ത് അന്നേരം തന്നെ നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കി ഇളക്കിയെടുക്കാം. നല്ല മണവും രുചിയുമുള്ള സ്വാദിഷ്ടമായ നമ്മുടെ വെണ്ടയ്ക്ക സാമ്പാർ റെഡി. ഒന്ന് ട്രൈ ചെയ്യണേ, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്